സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോഴുള്ളത് ഗുജറാത്തിലെ കച്ച് ജില്ലയിലാണ്. കച്ചിന്റെ ആസ്ഥാനമായിട്ടുള്ള ഭുജിൽ നിന്നും ഒരു ഓട്ടോറിക്ഷയിൽ റാൻ ഓഫ് കച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് വെള്ളം വാങ്ങിക്കാനായിട്ട് ഈ കടയുടെ മുമ്പിൽ നിർത്തിയതാണ്. ഭുജിൽ നിന്നും റാൻ ഉത്സവം നടക്കുന്ന റാൻ ഓഫ് കച്ചിലേക്ക് ഏകദേശം 82 കിലോമീറ്റർ ഉണ്ട്. ഓട്ടോറിക്ഷയിൽ 1200 രൂപ റേറ്റ് പറഞ്ഞാണ് പോകുന്നത്. ഈ കാണുന്നത് മീഠാമാവ എന്ന് പറയുന്ന സാധനമാണ്. വെള്ളം മേടിക്കാൻ കയറിയ കൂട്ടത്തിൽ ഇവിടുത്തെ ഒരു തനത് വിഭവമായിട്ടുള്ള ഒരു മധുരപലഹാരമാണിത്. അത് കഴിക്കാൻ പോവാണ്. പാലും പഞ്ചസാരയും പ്രധാന ചേരുവകളായിട്ടുള്ള മീഠാമാവ കൊള്ളായിരുന്നു. ഈ ഓട്ടോയിലാണ് ഞാൻ റാൻ ഓഫ് കച്ചിലോട്ട് പോകുന്നത്. ഞങ്ങള് യാത്ര തുടരുകയാണ് റാനിലോട്ടുള്ള. 10 മണി കഴിയും അവിടെ ചെല്ലുമ്പോഴെന്നാണ് തോന്നുന്നത്. ഇതാണ് റാൻ ഉത്സവ് നടക്കുന്ന ടെന്റ് സിറ്റി. ഇത് കണ്ടില്ലേ, ഇവിടുത്തെ ഒരു ധോഡ്ര എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിലുള്ള ആൾക്കാരാണ് ഇത് നടത്തുന്നത്. ഗവൺമെൻറ്റാണ് റാൻ ഉത്സവ് നടത്തുന്നത്. ഇതിനകത്ത് ടെന്റ് സിറ്റിയാണ്. ഈ വഴിയാണ് നമ്മൾ പോകുന്നത്. ഇതാണ് വൈറ്റ് ഡെസേർട്ട് ഇതിലോട്ടുള്ള വഴി. ഇതാണ് ഈ ബ്രൂഭായ് അമിത് ഖാൻ എന്നാണ് വിളിക്കുന്നത്. ഇദ്ദേഹമാണ്. ഞാൻ ഇന്ന് രാത്രി ഇവിടെ വന്നതാണ്, ഇവിടെ വൈറ്റ് ഡെസേർട്ട് കാണാനായിട്ട് റാനിൽ. പക്ഷേ ഒരു രക്ഷയില്ല, രാത്രി ഇവിടെ കാണാൻ പറ്റില്ല. ഇവിടെ റാൻ ഉത്സവ് തുടങ്ങിയിട്ടില്ല. അപ്പം ഈ ബ്രൂഭായ് ആണ് എന്നെ ഇവിടെ ഇവിടെ ഒരു ബസ് സ്റ്റാൻഡുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാം, കണ്ടോ? ഈ ബസ് സ്റ്റാൻഡാണ് ഇവിടുത്തെ. ഈ റാൻ ഓഫ് കച്ചിലെ ബസ് സ്റ്റാൻഡാണ്. ഇവിടെ അധികം ബസ്സൊന്നും വരികയില്ല. അപ്പോൾ ഇവിടുത്തെ സെക്യൂരിറ്റിയാണ് നമ്മുടെ ബ്രൂഭായ്. അദ്ദേഹം എനിക്ക് ഇവിടെ കിടക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. വലിയ അങ്ങേറ്റത്തെ സംഭവമൊന്നുമില്ല, ചെറുതായിട്ട് ഇവിടെ ഒരു ഷീറ്റൊക്കെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ പെർമിഷനോട് കൂടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് കിടന്നുറങ്ങുന്നത്. നാളെ രാവിലെ എനിക്ക് ഇവിടുന്ന് ധോളവീര പോകാനായിട്ടുള്ള സെറ്റപ്പ് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വെള്ളം വണ്ടി പോകുന്നതിൽ. അച്ഛാ, രാവിലെ ഏകദേശം 5 മണി ആയിട്ടുണ്ട്. ഇതാണ് BSFന്റെ ചെക്ക് പോസ്റ്റ്. ഇവിടെ നിന്നാണ് നമ്മൾ വൈറ്റ് ഡെസേർട്ട് കാണാനായിട്ട് പോകുന്നത്. ഇവിടുന്ന് ആ വ്യൂ പോയിന്റിലോട്ട് ഏകദേശം 4 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഈ കാണുന്നത് ഒട്ടകങ്ങളുടെ വണ്ടിയാണ്. ഇവർ പാസ് എടുത്തിട്ടാണ് ആൾക്കാരെ കയറ്റാൻ വേണ്ടിയിട്ട് ഈ പറയുന്നത്. ഞാനിപ്പോൾ പോകാൻ പോകുന്ന വ്യൂ പോയിന്റിലോട്ട് പോകുന്നത്. നിലാവെളിച്ചത്തിൽ ഈ ഉപ്പുപാടങ്ങൾ അഥവാ ഈ റാനിലെ വൈറ്റ് ഡെസേർട്ട് കാണാൻ ഭയങ്കര രസമാണെന്ന് കേട്ടറിഞ്ഞാണ് ഞാൻ രാത്രിയിൽ തന്നെ കഷ്ടപ്പെട്ട് ഇവിടെ എത്തിയത്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഈ വർഷത്തെ റാൻ ഉത്സവ് തുടങ്ങാൻ താമസിച്ച് ഇതുവരെ തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് രാത്രിയിൽ ഇങ്ങോട്ട് പ്രവേശനമില്ല എന്നുള്ളത്. വൈറ്റ് ഡെസേർട്ട് കാണാനുള്ള വ്യൂ പോയിന്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ചെക്ക് പോസ്റ്റ് BSFന്റെ ചെക്ക് പോസ്റ്റിൽ നിന്ന് എത്ര കിലോമീറ്ററാണ്? 4 കിലോമീറ്റർ അകത്തോട്ട് പോകണം. എനിക്ക് രാവിലെ ഒരു ലിഫ്റ്റ് കിട്ടി ഒരു കാറിൽ. അതിൽ കയറിയാണ് വന്നേക്കുന്നത്. റിസോർട്ടിലൊക്കെ താമസിക്കുന്ന ബാക്കി ആൾക്കാരൊക്കെ കാണാൻ വന്നിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ലാസ്റ്റ് പോയിന്റാണ്. ഇവിടുന്ന് അപ്പുറത്തോട്ട് പോകാൻ പറ്റില്ല. ഇവിടെ അങ്ങോട്ട് മുഴുവനും ഈ ചെളി പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെ കുറച്ച് ദിവസം മുമ്പ് വരെ ഇതിൻ്റെ അകത്തെല്ലാം വെള്ളമെല്ലാം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളമെല്ലാം ഉണങ്ങി. ഇനി അങ്ങോട്ട് കൂടുതൽ ഉണങ്ങും. അങ്ങോട്ട് നടന്നു പോകാൻ പറ്റില്ല, ചെളി ആണ്. പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് പാകിസ്ഥാൻ ബോർഡറാണ്. ഇവിടുന്ന് നല്ല ദൂരമുണ്ട്, 10-50 കിലോമീറ്റർ ദൂരമുണ്ട് പാകിസ്ഥാൻ ബോർഡറിലോട്ട്. ഈ കാണുന്നതൊക്കെ സൂര്യോദയം കാണാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവർ കൂടുതൽ പേരും ഇവിടെ അടുത്ത ടെന്റ് സിറ്റിയിലും അതുപോലെ തന്നെ റിസോർട്ടിലും ഒക്കെ താമസിക്കുന്നവരാണ്. 6000-7000 ഒക്കെയാണ് അവിടെ ഒരു ദിവസത്തെ വാടക. അതുകൊണ്ടാണ് ഞാൻ ബസ് സ്റ്റാൻഡിൽ കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചത്. ഇതാണ് വൈറ്റ് ഡെസേർട്ട്. ഇപ്പുറത്തെ മുമ്പേ കണ്ടത് അപ്പുറത്തെ സൈഡാണ്, ഇത് ഇപ്പുറത്തെ സൈഡാണ്. ഇത് പടിഞ്ഞാറ് സൈഡ്. ലിറ്റിൽ റാൻ ഓഫ് കച്ചും ഗ്രേറ്റ് റാൻ ഓഫ് കച്ചും ഇത് രണ്ടും കൂടെ ചേരുന്ന ഈ റാൻ ഓഫ് കച്ച് ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ട് ഏതാണ്ട് 9000-ഓളം സ്ക്വയർ കിലോമീറ്റർ ഏരിയയിലാണ് പരന്നു കിടക്കുന്നത്. അഥവാ ഈ ഉപ്പുപാടങ്ങൾ നിറഞ്ഞ വൈറ്റ് ഡെസേർട്ട് എന്ന് പറയുന്ന റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത് 9000 സ്ക്വയർ കിലോമീറ്റർ ആണ്. അതിൻ്റെ 90% ഭാഗം ഇന്ത്യയിലും 10% ഭാഗം പാകിസ്ഥാനിലുമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 8000 സ്ക്വയർ കിലോമീറ്ററിനടുത്ത് ഇന്ത്യയിലും 1000 സ്ക്വയർ കിലോമീറ്ററിനടുത്തുള്ള ഭാഗം പാകിസ്ഥാനിലുമായിട്ടാണ് കിടക്കുന്നത്. ഇവിടെ സൂര്യോദയം ആകാറായിട്ടുണ്ട്. സൂര്യോദയത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത ഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഈ റാൻ ഓഫ് കച്ച് എന്ന് പറയുന്ന ഏരിയ മുഴുവനും ഒരു കാലത്ത് കടലായിരുന്നു, അറബിക്കടലിൻ്റെ ഭാഗമായിരുന്നു. അത് ഭൂമിയിലെ ജിയോഗ്രാഫിക്കൽ മൂവ്മെൻറ്റ്സിൻ്റെ ടെക്ടോണിക് പ്ലേറ്റ്സിൻ്റെ
മൂവ്മെൻറ്റ്സ് കാരണം എങ്ങനെയോ ഡ്രിഫ്റ്റ് ചെയ്ത് ഉയർന്ന് പോയതാണ് ഈ പറയുന്ന 9000 സ്ക്വയർ കിലോമീറ്ററോളം ഭാഗം. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്തുള്ള കടൽ, അത് അറബിക്കടലുമായിട്ടുള്ള അതിനുള്ള കോണ്ടാക്റ്റ് നഷ്ടപ്പെട്ട് അത് സെപ്പറേറ്റ് ഒരു ലേക്ക് പോലെ, ഒരു തടാകം പോലെ ഇങ്ങനെ രൂപപ്പെട്ട് കിടക്കുന്നതാണ് ഈ റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത്. സാധാരണ കടൽ നിരപ്പിൽ നിന്നും ഏതാണ്ട് 15 മീറ്റർ ഉയരത്തിലാണ് ഈ റാൻ ഓഫ് കച്ച് കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ അറബിക്കടലിൻ്റെ ഭാഗമായിരുന്ന ഈ റാൻ ഓഫ് കച്ച് ടെക്ടോണിക് മൂവ്മെൻറ്റ്സ് കാരണം ഏകദേശം 15 മീറ്ററോളം ഉയർന്നു മാറി. ഇത് ഇന്നലെ നടന്ന സംഭവമല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇവിടെ ഉപ്പുവെള്ളം ഇങ്ങനെ കാണും. മഴക്കാലത്ത് മഴ മാറി വെയിലായി കഴിയുമ്പം ഈ വെള്ളം മുഴുവൻ പറ്റി ഉണങ്ങി ഉപ്പ് നമുക്ക് കാണാവുന്ന രീതിയിലോട്ട് മാറും. അങ്ങനെയാണ് ഈ വൈറ്റ് ഡെസേർട്ട് രൂപം പ്രാപിക്കുന്നത്. ഇപ്പം മഴക്കാലം മാറി വരുന്ന ആ സമയമാണ്, നവംബറാണ്. മഴക്കാലം മാറി വെയിലൊക്കെ ആയി വരുന്ന സമയമാണ്. അതുകൊണ്ടാണ് ഇപ്പം വെള്ളം ഇങ്ങനെ പറ്റി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്കും ഫുള്ളായിട്ട് വെള്ളം ഉണങ്ങി ഇത് മുഴുവൻ നോക്കത്താ ദൂരത്തോളം ഈ ഉപ്പ് തന്നെ ഇങ്ങനെ കിടക്കുന്ന അവസ്ഥയിലോട്ടാകും. ഇവിടെ ഇഷ്ടംപോലെ ഉപ്പ് കമ്പനികളും ഉപ്പ് ഫാക്ടറികളും ഇതിനടുത്തായിട്ട് പല പ്രദേശങ്ങളിലായിട്ടുണ്ട്. എന്നാലും ഇതിൻ്റെ 90% ഏരിയയും ജിയോഗ്രാഫിക്കലി പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. 5-6 നാഷണൽ പാർക്കുകളും ഈ കച്ചിലും റാൻ ഓഫ് കച്ചിലുമായിട്ട് ഉണ്ട്. മഴക്കാലം തുടങ്ങുന്നതോട് കൂടിയിട്ട് ഈ റാൻ ഓഫ് കച്ച് ഏരിയയിൽ മുഴുവനും വെള്ളം വീണ്ടും വരികയും ഇത് ഒരു കടൽ പോലെ ആയിട്ട് മാറുകയും ചെയ്യും. ഈ നമ്മൾ കാണുന്ന ഈ ഉപ്പിൻ്റെ അടിയിൽ, ഇവിടെ ഈ മുകളിൽ കാണുന്ന ഉപ്പിൻ്റെ അടിയിൽ ചേറാണ്. അതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ കൂടി ഇപ്പം നടക്കുമ്പോൾ ഇങ്ങനെ സ്പോഞ്ചിൽ നടക്കുന്ന ഒരു എഫക്റ്റാണ്. പതുപതോന്നാണ് ഇരിക്കുന്നത്. കുറച്ച് ബലത്തിലൊന്ന് പൊങ്ങി ചാടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാല് ഈ ഉപ്പ് മാറിയിട്ട് നമ്മൾ ചെളിക്കകത്തോട്ട് താന്നു പോകും. ആൾക്കാരെല്ലാം ഇതിലേ കൂടി ഇങ്ങനെ ഇറങ്ങി നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വല്ല ചെളി പോലെ ഇരിക്കുന്നതെന്ന് പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഇത് നല്ല കാൽപ്പാടൊക്കെ നമുക്ക് ശരിക്ക് കാണാം നമ്മൾ ചവിട്ടുന്നതിൻ്റെ. സൂര്യൻ ഉദിച്ചുയർന്ന് നിൽക്കുവാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അടുത്ത ഭാഗം എല്ലാവരും ഉറപ്പായിട്ടും കാണണം. അന്നേരം നമുക്ക് ഈ സൂര്യോദയത്തിൻ്റെ തന്നെയായിട്ടുള്ള ഒരു 10 മിനിറ്റോളം വരുന്ന ഒരു വീഡിയോ നമുക്ക് കാണാം. വളരെ മനോഹരമാണ്. ഞാനിപ്പോൾ കണ്ടു ഈ സൂര്യോദയം. സാധാരണ എവിടെ പോയാലും മലയാളികളെ ആരെയെങ്കിലുമൊക്കെ കാണാറുള്ളതാണ്. പക്ഷേ ഇവിടെ നിലവിൽ മലയാളികളെ ആരെയും കണ്ടില്ല. പക്ഷേ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമായിട്ട് വന്ന 2 ബൈക്കേഴ്സിനെ കണ്ടു. ഒരു ബൈക്കേൽ അവിടുന്ന് വന്നതാണ്. BC 1ഉം 2ഉം നൂറ്റാണ്ടുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ മൗര്യ രാജവംശത്തിൻ്റെ കാലഘട്ടത്തിൽ, അശോകൻ്റെയും ചന്ദ്രഗുപ്ത മൗര്യൻ്റെയും ഒക്കെ കാലഘട്ടത്തിൽ ഈ റാൻ ഓഫ് കച്ച് ഏരിയ എന്ന് പറയുന്നത് അറബിക്കടലിൻ്റെ ഭാഗം തന്നെയായിരുന്നു. ഇതിലെ ബോട്ടും കപ്പലും ഒക്കെ സഞ്ചരിച്ചിരുന്ന ഒരു ഭാഗമാണെന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. BSFൻ്റെ വാച്ച് ടവറാണ് നമ്മൾ ഈ കാണുന്നത്. ഇങ്ങോട്ട് കയറി വരാനായിട്ട് എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പക്ഷെ നമ്മുടെ ID കാർഡൊക്കെ നമ്മൾ കാണിക്കണം. ഈ കാണുന്ന ഭാഗത്തൊക്കെ കുറേശ്ശെ വെള്ളമുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ കാല് കുറച്ച് ചെയറിൻ്റെ അകത്ത് ചിലപ്പോൾ താന്നു പോവും. നല്ല രസമാണ് എന്തായാലും കാണാനായിട്ട്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കാണാനായിട്ട്. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10 മണിയൊക്കെ ആയി കഴിയുമ്പോൾ, ഇപ്പോൾ 7 മണി ആയേ ഉള്ളൂ, ഒരു 10 മണിയൊക്കെ ആകുന്ന സമയത്ത് പൊരി വെയിലായിരിക്കും. ഇവിടെ അങ്ങ് നിൽക്കാൻ പറ്റുകയില്ല. ഇതൊക്കെ ഉണങ്ങിയ ഭാഗങ്ങളാണ്. അവിടെ ഇവിടെയൊക്കെ ചെറിയ തുരുത്ത് പോലെ കുറേശ്ശെ വെള്ളം കിടപ്പുണ്ട്. കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളം കിടപ്പുണ്ട്. ഈ നേരെ നിൽക്കുന്നതിൻ്റെ അങ്ങോട്ടൊരു 50-60 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ഒന്നുമില്ല, നേരെ വിട്ടു പോയാൽ മതി. പാകിസ്ഥാൻ ബോർഡറാണ്. ഒരു കാലത്ത് അറബിക്കടലിൻ്റെ ഭാഗമായിരുന്ന ഈ റാൻ ഓഫ് കച്ച് ഇന്നിപ്പം താർ മരുഭൂമിയുടെ ഭാഗമാണ്. താർ മരുഭൂമിയുടെ ഇങ്ങ് തെക്കേ അറ്റമാണ് ഈ റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത്. രാജസ്ഥാനിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ലൂണി എന്ന് പറയുന്നത്. ഉപ്പ് വെള്ളമാണ് ഈ ലൂണി നദി കൂടി ഒഴുകുന്നത്. ആ നദി വന്ന് അവസാനിക്കുന്നത് ഈ റാൻ ഓഫ് കച്ചിലെ ചതുപ്പ് നിലങ്ങളിലാണ്. ഈ ചതുപ്പ് നിലങ്ങളിൽ വന്ന് അത് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. എത്ര നേരം ഇങ്ങനെ ഇവിടെ നോക്കി നിന്നാലും നമുക്കൊരു മടുപ്പ് വരികയില്ല.
പക്ഷേ നിങ്ങൾക്കിങ്ങനെ കണ്ടത് തന്നെ വീണ്ടും വീണ്ടും ഇതിങ്ങനെ കണ്ടിട്ട് ബോറടിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ മേല. എന്തായാലും വെയിലാകുന്നതോട് കൂടിയിട്ട് സ്വാഭാവികമായിട്ട് ആർക്കായാലും ഇവിടുന്ന് പോകാതിരിക്കാൻ പറ്റുകയില്ല. ഇവിടെ ആൾക്കാരുമായിട്ട് ഒട്ടക സവാരി നടത്താനായിട്ട് ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ ഒട്ടകങ്ങളുമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. താർ മരുഭൂമിയുടെ ഭാഗമാണ് ഈ റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത്. ഹായ് കാന. ഹായ്. നമ്മൾ മുമ്പേ കണ്ട ആ വ്യൂ പോയിൻറ്റിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് ഒട്ടകത്തേൽ ഏകദേശം 1 കിലോമീറ്റർ അവർ ഒട്ടകത്തേൽ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് കൊണ്ടുപോകും. അതിന് 50 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഞാനും ഒരു 50 രൂപ കൊടുത്ത് ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി. ഒട്ടകത്തിൻ്റെ പുറത്തിരുന്നുകൊണ്ടുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. സമയം ഇപ്പോൾ 8 മണിയോട് അടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് പതുക്കെ മടങ്ങുകയാണ്. വെയിലിന് കുറേശ്ശെ ചൂട് കൂടി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ഈ 1/2 കിലോമീറ്റർ ഒട്ടകത്തെ പോകാം. ബാക്കി 3.5 കിലോമീറ്റർ ഞാൻ നടക്കണം. ഏകദേശം പകുതി ദൂരം ഞാനിങ്ങ് പോകുന്നു. ഇവിടെ ഇടയ്ക്കൊരു ചെറിയ ഇടത്താവളമുണ്ട്. അവിടെയാണ് ഈ കാണുന്നത്. ഇവിടുന്ന് വേണമെങ്കിൽ ഒട്ടകത്തെ കയറ്റിക്കൊണ്ട് ഇവർ അങ്ങേറ്റത്തോട്ട് കൊണ്ടുപോകുമെന്നാണ് തോന്നുന്നത്. രാവിലെ 5-6 ഒട്ടകങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതെല്ലാം ഇവിടുത്തെ ലോക്കൽ ആൾക്കാരാണ്, കച്ചി ആൾക്കാരാണ്. പ്രത്യേക രീതിയിലുള്ള വസ്ത്രധാരണമൊക്കെയാണ്. ഇവരുടെ ഭാഷയും കച്ചിയാണ്. നമുക്ക് തീരെ മനസ്സിലാകുകയില്ല. ശരിക്കും ഗുജറാത്തിലെ ഭാഷ ഗുജറാത്തി ആണെങ്കിൽ ഇവിടുത്തെ ഭാഷ കച്ചിയാണ്. അതിന് പ്രത്യേകിച്ച് സ്ക്രിപ്റ്റൊന്നുമില്ല. ഇവിടുത്തെ ആൾക്കാരെ വിളിക്കുന്നതും കച്ചി എന്നാണ്. കച്ചി പീപ്പിൾ എന്നാണ് വിളിക്കുന്നത്. ഇവർ സംസാരിക്കുന്നത് കച്ചിയാണെങ്കിലും ഇവർ എഴുതുന്നത് ഗുജറാത്തിയിലാണ്. ഒട്ടകങ്ങളെയൊക്കെ ഈ സർക്കസിൽ കണ്ടിട്ടേ ഉള്ളൂ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഒട്ടകങ്ങൾ ഒരുമിച്ച് കാണുന്നത്. റാൻ ഓഫ് കച്ചിലെ അങ്ങ് ദൂരെ കാണുന്ന വ്യൂ പോയിന്റിൻ്റെ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. അങ്ങപ്പുറത്ത് ആ വെളുത്ത കളറിൽ കാണുന്ന സ്ഥലത്തു നിന്ന് അങ്ങോട്ട് നടന്ന് 2 കിലോമീറ്റർ കൂടുതൽ ഇപ്പം നടന്നിട്ടുണ്ട്. ഇനി ഒരു 2 കിലോമീറ്ററും കൂടെ നടന്നെങ്കിൽ അങ്ങ് കാണുന്ന ആ എൻട്രി പോയിന്റിൻ്റെ അവിടെ എത്തുള്ളൂ. അത് പിന്നെ ഏതെങ്കിലും വണ്ടിയിൽ ലിഫ്റ്റിലോ അങ്ങനെയെങ്കിലും വേണം തിരിച്ച് ഭുജിലോട്ട് പോകാനായിട്ട്. ഇപ്പം ഈ വൈറ്റ് ഡെസേർട്ടിൻ്റെ ഭാഗം ഏതാണ്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള മരുഭൂമി പോലത്തെ പ്രദേശം. ശരിക്കും ഇത് താർ മരുഭൂമിയുടെ ഭാഗമാണ്. ആ താർ ഡെസേർട്ടിൻ്റെ ഭാഗമാണ്. ഇതല്ല ഇങ്ങോട്ടൊക്കെ കുറച്ച് പുല്ലൊക്കെ കിളുത്ത് ആ ഉപ്പിൻ്റെ മയം കുറയുന്നുള്ളതുകൊണ്ടാണ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും സാധാരണ മരുഭൂമി പോലെ കാണുന്നത്. സഞ്ചാരപ്രിയരും യാത്ര ഇഷ്ടപ്പെടുന്നവരുമായിട്ടുള്ള ആൾക്കാർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്നിരിക്കേണ്ട, യാതൊരു കാരണവശാലും മിസ് ചെയ്യരുതാത്ത ഒരു പ്രദേശമാണ് ഈ കച്ചും അതുപോലെ തന്നെ ഈ റാൻ ഓഫ് കച്ചും. ഈ കച്ച് ജില്ല എന്ന് പറയുന്നത് വളരെ വലിയൊരു ജില്ലയാണ്. ഏകദേശം 45,000 സ്ക്വയർ കിലോമീറ്റർ ഏരിയയാണ് ഈ കച്ച് ജില്ലയ്ക്കുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള സംസ്ഥാനത്തെക്കാട്ടിലും വലിപ്പമുണ്ട്. കേരള സംസ്ഥാനം എന്ന് പറയുന്നത് ഏകദേശം 38,000 സ്ക്വയർ കിലോമീറ്ററാണ്. അതിനേക്കാട്ടിൽ വേണ്ട 7,000 സ്ക്വയർ കിലോമീറ്റർ കൂടുതലാണ് ഈ കച്ച് ജില്ല എന്ന് പറയുന്നത്. ഈ കച്ച് ജില്ലയിലും റാൻ ഓഫ് കച്ചിലുമായിട്ട് ഏകദേശം 6ഓളം വൈൽഡ് ലൈഫ് സാങ്ച്വറികളുണ്ട്. പൊതുവേ വരണ്ട പ്രദേശമാണ്. എന്നാലും കുറേ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ചതുപ്പ് പോലെയുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ഈ ദേശാടന പക്ഷികളും മറ്റും ഇവിടെ വരും. ഈ പക്ഷി നിരീക്ഷകരായിട്ടുള്ള ആൾക്കാരുടെ ഒരു പറുദീസയാണ് ഈ കച്ചും റാൻ ഓഫ് കച്ചും ഒക്കെ. ഞാൻ പറഞ്ഞ 6 വൈൽഡ് ലൈഫ് സാങ്ച്വറികളിൽ ഒന്നായിട്ടുള്ള ഇന്ത്യൻ വൈൽഡ് ആസ് സാങ്ച്വറി എന്ന് പറഞ്ഞാൽ ഈ കാട്ടു കഴുതകൾക്ക് വേണ്ടിയിട്ടുള്ള
ലോകത്തിലെ തന്നെ ഒരേ ഒരു സാങ്ച്വറി എന്ന് പറയുന്നത് ഈ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലാണ്. നടത്തം തുടരുകയാണ്. നമ്മൾ ഈ എൻട്രി പോയിന്റിൻ്റെ അടുത്തെത്തി. വെൽക്കം ടു വൈറ്റ് ഡെസേർട്ട് ഡൊറോഡോ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. BSFിൻ്റെ ചെക്ക് പോസ്റ്റാണിത്. ഇവിടെ കുറേ ആർമിയുടെ ട്രക്കും മറ്റുമൊക്കെ കിടപ്പുണ്ട്. ആർമിയുടെ ട്രെയിനിങ് എക്സസൈസുകളൊക്കെ ഇവിടെ മിക്കവാറും നടക്കാറുണ്ട് ഈ വൈറ്റ് ഡെസേർട്ടിൽ വെച്ചിട്ട്. ഇവിടുത്തെ ഈ ഹാർഷ് കണ്ടീഷൻസുമായിട്ട് പട്ടാളക്കാർക്ക് ഇഴുകി ചേർന്ന് അതുമായിട്ടൊരു താതാത്മ്യം പ്രാപിക്കാനായിട്ട്. ഇതാണ് ഞാൻ ഇന്നലെ രാത്രി കിടന്നുറങ്ങിയ ബസ് സ്റ്റാൻഡ് കച്ച് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഗുജറാത്തിയിലാണ് എഴുതിയിരിക്കുന്നത്. നല്ല വിശപ്പുണ്ട്. ഇന്നലെ രാത്രി വലിയ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല, രാവിലെ ഒന്നും കഴിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് എന്തെങ്കിലും കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കച്ചി ദാബേലി എന്നാണ് പറഞ്ഞത്. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. കഴിച്ചു നോക്കുമ്പോൾ അറിയാം എങ്ങനെയാണല്ലോ. കച്ചിലെ ദാബേലി അങ്ങനെയാണ്. രാവിലത്തെ ഭക്ഷണമാണ് ഇന്നത്തെ. മസാൽ പൂരി എന്നാണ് പറഞ്ഞത്, പക്ഷെ കണ്ടിട്ട് മസാൽ പൂരിയാണെന്ന് തോന്നുന്നില്ല. കച്ചി ദാബേലി മസാൽ പൂരി ഒരെണ്ണത്തിന് 30 രൂപയാണ് ഇവിടെ വില. പക്ഷേ എൻ്റെ 40 മേടിച്ചു. ഇതിന് എത്രയാണെന്ന് എനിക്കറിയാൻ മേല. ഈ ബോർഡിൽ എഴുതിയിരിക്കുന്നത് ഭുജിലേക്ക് 83 കിലോമീറ്റർ, ടെൻറ്റ് സിറ്റി 1 കിലോമീറ്റർ, ധോറഡോ 3 കിലോമീറ്റർ എന്നാണ്. ഇവിടുന്ന് ബസ്സൊന്നും കിട്ടുകയില്ല, ടാക്സിയൊക്കെ വളരെ കുറവാണ്. ഇവിടുന്ന് ഏതെങ്കിലും ലോഡ് വണ്ടിയിൽ ഈ ലോറിയുണ്ട്, ഉപ്പ് കൊണ്ടുപോകുന്ന ലോറിയും വെള്ളം കൊണ്ടുപോകുന്ന വണ്ടിയുണ്ട്. അതിൽ വേണം കയറി ഇനി ഹൈവേയിലോട്ട് ചെല്ലാൻ. ഹൈവേയിലോട്ട് 10-25 കിലോമീറ്റർ ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് ബസ് കിട്ടും. അപ്പോൾ ശരി, കച്ചിൻ്റെ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി. ശുഭ യാത്ര.